ഹായ് ഗൈസ്, എല്ലാവരുടെ മനസ്സ് നിറഞ്ഞ് വളരെ ജനപ്രിയമായി അത് നിറഞ്ഞ പ്രേക്ഷകരായിട്ട് തിയേറ്റർ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്ന തുടരുന്നില്ല സിനിമയുടെ പ്രോമോ സോങ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് 6 മണിക്ക്. 6 മണിയാകുമ്പോൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എന്തേ ഇറങ്ങാത്ത വെച്ച് നോക്കിയിരിക്കുമായിരുന്നു. സിനിമ ഇറങ്ങിയിട്ട് ഇന്നേക്ക് 6ാമത്തെ ദിവസമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ പടാണ്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം വേൾഡ് വൈഡ് 100 കോടി കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഡേ റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും നിറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ വാർത്താ മീഡിയയിലെല്ലാം നിറഞ്ഞു വെക്കുന്നത് ഈ സിനിമയുടെ വിശേഷമാണ്. പിന്നെ ലാലേട്ടന്റെ കഴിവുകളെല്ലാം ഫുള്ളായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് സംവിധായകനായ തരുൺ മൂർത്തി. ഓരോ പ്രേക്ഷകരും തരുൺ മൂർത്തിയോട് നന്ദി പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ലാലേട്ടനെ തിരിച്ചു തന്നതിന്. വളരെ പ്രായമായിട്ടുള്ള 80-90 വയസ്സുകളിലെ മുത്തശ്ശിമാരും അപ്പൂപ്പന്മാരൊക്കെ തിയേറ്ററിൽ പോകുന്നുണ്ട് സിനിമ കാണാനായിട്ട്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടാണോ സിനിമക്ക് പോകുന്നത് ഓൺലൈൻ ചാനലുകൾ ചോദിക്കുമ്പോൾ ഒരമ്മൂമ്മ പറയുന്നുണ്ട്, അത് നമ്മൾ മോഹൻലാലിന്റെ പടം കാണാനല്ലേ, മോഹൻലാലിന്റെ മകനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും സ്നേഹം പ്രേക്ഷകരുടെ ഉള്ളിലും ഉണ്ട് ലാലേട്ടനോട്. ഒരുപാട് നാളായി നമുക്ക് അങ്ങനെ ഒരു ലാലേട്ടനെ കിട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഓക്കെ, ഇനിയിപ്പൊ അതുപോലത്തെ ഒരു അഭിനയം നമുക്ക് കിട്ടൂല. പഴയ കാലം സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ലാലേട്ടന്റെ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഓറൊക്കെ നഷ്ടമായി തോന്നി. പക്ഷെ അതൊക്കെ നമുക്ക് ഈ സിനിമയിൽ വീണ്ടും കാണിച്ചു തന്നിട്ടുണ്ട് തരുൺ മൂർത്തി. സിനിമയുടെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തന്നെ കാണിച്ചിട്ടുണ്ട്. പ്രോമോ സോങ് വരുന്നുണ്ട്, ഓൺ ദ വേ ആണെന്ന്. അതിന്റെ ലൊക്കേഷൻ സീനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടാട്ടം എന്നുള്ള സോങ് ഇപ്പൊ റിലീസ് ചെയ്യുന്നു. രാവണപ്രഭുലെ തകില് പുകില് കുരവ ചെണ്ട് സടക്ക് സടക്ക് എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ മോഡലാണോ അല്ല നമ്മളെ വേൽമുരുകൻ നരനിലെ പാട്ട് ആ മോഡലാണ്, ഏത് ലെവലിലാണ് പാട്ട് വരുന്നത് നല്ലൊരു വെയിറ്റിംഗ് ഉണ്ട്. നമുക്ക് നേരെ സോങ്ങിലോട്ട് പോകാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. വായോ. തങ്കമാന തമിഴ്മൊഴി കന്ദസ്വാമി സന്നിധിയിൽ ഇമ്പമോട ജപം അരുളിടും ജനം ജനം മനവിൽ അൻപു തൂകുമൊരുവൻ അംസമാന തരുണൻ അവതരിച്ച മുരുകൻ ഷൺമുഖൻ. അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം, അസുര തല പറക്കും തുള്ളാട്ടം, ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം, ആരും മതിമറക്കും വെള്ളാട്ടം, മൂലോകം കൈകൂപ്പും ആയത്തേരോട്ടം, കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം, താരച്ചേലാട്ടം, തനിയെ പോരാട്ടം, നടനത്തിയും കളിയാട്ടം ആട്ടം. അഴകായി ഒഴുകി മണ്ണാട്ടം, അസുര തല പറക്കും തുള്ളാട്ടം, ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം, ആരും നദി മറക്കും വെള്ളാട്ടം. കാണും ലോകം സന്തോഷത്തിൻ കൂടെ ഞാനും നീയും ഒന്നാണടാ. ഇന്നീ മണ്ണിൽ ജന്മം ഒന്നേ ഒന്ന്, ഓരോ നാളും കൊണ്ടാടടാ. ഇനി അറുമുഖനുടെ കാലം നടതെരുവിളക്കണ പൊടി പൊടിക്കണ കളവ കുങ്കുമ തീമില മക്കള ശരമണ മുരുകനുക്ക് ഷൺമുഖ മുരുകനുക്ക് കൊണ്ടാടയ കൊണ്ടാടയ കൊണ്ടാട്ടം ശിവനുടെ തിരുമകന് കാർത്തിക മുരുകനുക്ക് കൊണ്ടാടയ കൊണ്ടാടയ കൊണ്ടാട്ടം. കൊണ്ടാടയ കൊണ്ടാടയ
മടക്കിയിട്ടും അല്ലെ ലാലേട്ടന്റെ ഡാൻസിനോടുള്ള ഒരു താല്പര്യം, ഒരു സ്നേഹം, ഇഷ്ടം അതെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഡാൻസ് കളിക്കുന്നത് ഫുള്ളി ഓൺ ഫോമിലാണ്, എക്സ്പ്രഷൻ കൊടുക്കുന്നതും ഡാൻസ് ചെയ്യുന്ന മൂവ്മെന്റ്സ് എല്ലാം ഒരേ പൊളി കിണ്ണം കാച്ചി സാധനം. എന്ന് വെച്ചാല് ഈ പാട്ടിൽ ഉടനീളോ ഈ ഒരു സംഭവം മാത്രമല്ല, ഇതെനക്കൊരു ഹൈ ആയിട്ട് തോന്നി. മുന്നേ നമ്മള് എന്താ പറയാ ചന്ദനമഴ സന്ധ്യകളിൽ ഒരുപാട് സടക്ക് ഒരുപാട് പാട്ടുകൾ നമ്മൾ ലാലേട്ടൻ ഡാൻസ് കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. കമലതളത്തിൽ ഡാൻസ് ചെയ്ത് വേറെ ലെവലാക്കിയിട്ടുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ഡാൻസ് ആണെങ്കിൽ പുള്ളിക്കാരൻ ഫ്ലെക്സിബിൾ ആയിട്ട് ഈസി ആയി ചെയ്തു തരും. ആ ഒരു സംഭവങ്ങളൊന്നും മിസ്സായിട്ടില്ല. നമുക്ക് ഈ പാട്ടാണ് വീണ്ടും തെളിയും. ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കുറെ നാളിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ലാലേട്ടന്റെ ഡാൻസ് കാണുന്നത്. ഇതിനിടയ്ക്ക് ഏതൊരു സ്റ്റേജ് ഷോയിൽ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുപോലത്തെ ഒരു ജിൽ പാട്ടിന് ഡാൻസ് കളിക്കുന്നത് ലാലേട്ടൻ കുറെ നാളിന് ശേഷം ഇപ്പോഴാണ്. ഇത് നമ്മുടെ ലാലേട്ടൻ പ്രേക്ഷകർക്ക് ട്രിബ്യൂട്ട് ആണ് ഈ പ്രൊമോ സോങ്. കാക്കക്കോയിലെ അടിപൊളി ഡാൻസ് ഉണ്ട്, ചന്ദനമഴ സന്ധ്യയിലുള്ള നാരായണിലെ പാട്ട് സടക്ക് ആ പാട്ടുകളുടെ ലിസ്റ്റിലോട്ട് ഒരു പാട്ടും കൂടെ ചേർന്നിട്ടുണ്ട്. പാട്ട് കേൾക്കാൻ നല്ലൊരു വൈബ് ഉണ്ട്. പിന്നെ സിനിമ നമുക്ക് തന്നൊരു ഓർമ്മയുണ്ടല്ലോ, ലാലേട്ടനും ആ സിനിമയുടെ കഥയും എല്ലാം നമുക്ക് ഉണ്ടാക്കിയൊരു ഫീൽ, അതെല്ലാം ഈ പാട്ടിലുണ്ട്. ലാസ്റ്റ് അവർ കാണിക്കുന്നവരെ ഫാമിലി തുടരും, ടീം ഫാമിലി. ശോഭന മാമിന് സിംഗിൾ ആയിട്ടുള്ള കുറെ സ്റ്റെപ്പുകളും ഉണ്ട്, എല്ലാം അടിപൊളി. ശോഭന മാമിന് ഡാൻസിൽ അടിപൊളിയാണോ എന്നുള്ളൊരു ചോദ്യമില്ല, അതിന്റെ ബെസ്റ്റ് തന്നെയാണ്. ലാലേട്ടന് ശോഭന മാമും മൺചിത്രത്താഴിലുണ്ട്, ഡാൻസിലുണ്ട്. ലാലേട്ടൻ അതിൽ ഡാൻസ് കളിക്കുന്നൊന്നുമില്ല. ഇതിന് മുന്നേ ലാലേട്ടൻ ശോഭന മാം കോമ്പോയിൽ ഡാൻസ് വരുന്നത് മിന്നാരത്തിലെ ഡാൻസ്, ആ കോളേജ് ടൈമില് അവരുടെ ഒരു ക്യാമ്പസ് ഡാൻസ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടും ഓൺ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഹൈ എനർജിയാണ്. കാരണം രണ്ടുപേരും ഡാൻസിൽ വേറെ ലെവൽ ആൾക്കാരാണ്. കിടിലൻ ഫീലിംഗ് ആണ്. ഇത് തരുൺ മൂർത്തിയുടെ ഫസ്റ്റ് ലാലേട്ടനെ കാണുമ്പോൾ ഒരു തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഞെട്ടുന്ന സംഭവം ഉണ്ടല്ലോ, എനിക്കത് ലാലേട്ടന്റെ മാൻഡ്രസം പോലെ തോന്നി. ലാലേട്ടന്റെ ഒരു കൗതുകം, ഒരു ക്യൂട്ട്നെസ്, ഒരു നിഷ്കളങ്കത, അതൊക്കെ ആ ഒരു ആക്ടിങ്ങില്, ആ തിരിഞ്ഞ നോട്ടത്തിൽ എനിക്ക് തോന്നി. ബിനു പപ്പു എന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടന്റെ ഒരു പ്രാന്തൻ ഫാനാണ് ഈ തരുൺ മൂർത്തി. പിന്നെ വേറൊരു കാര്യം തരുൺ മൂർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലാലേട്ടൻ എങ്ങനെയാണ് തുടരും ഷൂട്ടിങ്ങിൽ വന്നു വെച്ചാല്, അതായത് എമ്പുരാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ്, അബ്രാം ഖുറേഷി ആയിട്ടും സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുവാണ്. അതിന്റെ ഇടയിലാണ് വന്നിട്ട് തുടരുന്ന ഷൂട്ടിംഗ് ചെയ്തതെന്ന് തരുൺ മൂർത്തി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ആ രണ്ട് ക്യാരക്ടറിന്റെ ഇടയിൽ ഷൺമുഖനായിട്ട് ഇവിടെ വന്ന് ചെയ്യുക. എന്നാൽ ഈ മൂന്ന് ക്യാരക്ടർ തമ്മിൽ യാതൊരു സാമ്യത ഇല്ലാതെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ദൃശ്യം എന്നുള്ള സിനിമയായിട്ട് കുറച്ചധികം സിമിലർ ആണ്. അതിലിപ്പം മകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മകന് വേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് വേണം പറയാൻ. കഥ മൊത്തം വ്യത്യാസമാണ്, സന്ദർഭം സിറ്റുവേഷൻ എല്ലാം വ്യത്യാസമാണ്. രണ്ടുപേരും സാധാരണക്കാരാണ്. ഒരാൾ ടേബിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ ഒരാൾ കാർ ഡ്രൈവർ ആണ്, ഒരാൾ എക്സ്ട്രോവേർട്ട് ആയ ഒരു ക്യാരക്ടറാണ്. ഇതിലോട്ട് എത്തുമ്പം കുറച്ച് ഒരു ആംബിവേർട്ട് ആയ ഒരു ക്യാരക്ടർ ആയിട്ടാണ് തോന്നിയത്. അതുണ്ട്, പക്ഷെ എങ്കിലും രണ്ടൊരു സാധാരണക്കാരാണ്. നല്ല ഡിഫറൻസ് മാനറിസം ബിഹേവിയറിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാർ ഡ്രൈവറിന്റെ സ്വഭാവം സംഭവങ്ങളെല്ലാം ലാലേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പടം ഇതിലും ഗംഭീരമായിട്ട് ഇപ്പൊ തെലുങ്കിലോട്ട് റീമേക്ക് ചെയ്തിട്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഇനി എല്ലാ ഭാഷകളിലും റീമേക്ക് ചെയ്യപ്പെടട്ടെ, വൻ ഹിറ്റായി മാറട്ടെ. എങ്ങനെയുണ്ട് പാട്ട് ഇഷ്ടപ്പെട്ടുവാ? എങ്ങനെയുണ്ട് ലാലേട്ടന്റെ ഡാൻസ്? എങ്ങനെയുണ്ട് പാട്ട്? എങ്ങനെയുണ്ട് ഇവര് കോംബോ, ലാലേട്ടൻ ശോഭന കോംബോ, തരുൺ മൂർത്തി ഡാൻസ് ചെയ്യുന്നുണ്ട്. ടീം മൊത്തം ഉണ്ട്, മക്കളായ 2 പേരുണ്ട്, എല്ലാരും ഉണ്ട് പാട്ടില്. എന്താണ് ഈ പാട്ടിനെ കുറിച്ച് നിങ്ങളുടെ ഫീലിംഗ്? അതാഴെ കമന്റ് ചെയ്യണേ. മറക്കാതെ കമന്റ് ചെയ്യാ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഷോ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ.